നമസ്കാരം. അഹമ്മദാബാദിലെ വിമാന അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില പുതിയ റിപ്പോർട്ടുകൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ്. ഇവയിലേറെ ശ്രദ്ധേയമായൊരു കാര്യം, ഈ വിമാനത്തിലെ പൈലറ്റുമാരുടെ മെഡിക്കൽ റിപ്പോർട്ടുകൾ അന്വേഷണ സംഘം വിദഗ്ധമായി പരിശോധിക്കുന്നു എന്നാണ്. പൈലറ്റുമാരിൽ ഒരാൾക്ക് വിഷാദ രോഗം ഉണ്ടായിരുന്നു എന്നും ചില പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ആധികാരികതയെക്കുറിച്ച് ഇനിയും വ്യക്തമായി യാതൊരു സൂചനകളും ലഭിച്ചിട്ടില്ല. ഈ വിമാനത്തിലെ 2 പൈലറ്റുമാരും വളരെ പ്രഗത്ഭരാണ്, വളരെ സീനിയറായിട്ടുള്ള ആളുകളാണ്. ആയിരക്കണക്കിന് മണിക്കൂറുകൾ വിമാനം പറത്തി നല്ല മുൻപരിചയമുള്ളവരുമാണ്. ഇത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാധ്യത മുൻകൂട്ടി കാണാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് അതേസമയം ഈ ഒരു വാർത്തകളെ എതിർക്കുന്ന ആളുകൾ ചൂണ്ടിക്കാട്ടുന്നത്. വിമാനത്തിൻ്റെ പ്രധാന ക്യാപ്റ്റനായ സുമിത് സബർവാൾ, അദ്ദേഹം 8200-ലധികം മണിക്കൂറുകൾ വിമാനം പറത്തി പരിചയമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ സഹ പൈലറ്റും ഏതാണ്ട് 3000-ഓളം മണിക്കൂറുകൾ പറന്ന് പരിചയമുള്ള ആൾ തന്നെയാണ്. ഇങ്ങനെയുള്ളവരിൽ നിന്ന് ഇത്തരത്തിലുള്ള അപക്വമായ അതല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ എന്തെങ്കിലും അപകടം വരുത്തി വയ്ക്കും എന്ന് പൊതുവെ നമുക്ക് കരുതാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ വ്യോമയാന രംഗത്തെ വിദഗ്ധനായ മോഹൻ രംഗനാഥനെ ഉദ്ധരിച്ചുകൊണ്ട് ഡെയിലി മെയിലും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നത്, ഇതിലെ ക്യാപ്റ്റന് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം ഏതാണ്ട് 3-4 വർഷം അവധിയിലായിരുന്നു എന്നും പറയുന്നുണ്ട്. സബർവാളിൻ്റെ കാര്യമാണ്. പിന്നീടാണ് അദ്ദേഹം വീണ്ടും ജോലിയിൽ ചേർന്നത് എന്നും അദ്ദേഹത്തിൻ്റെ അമ്മ ഈയിടെയാണ് മരിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ മാനസിക സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നോ എന്നായിരിക്കാം ഒരുപക്ഷെ ഈ റിപ്പോർട്ടിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നതാകട്ടെ, സബർവാൾ വളരെ പ്രഗത്ഭനായ വളരെ മാന്യനായ ഒരു മനുഷ്യനായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. മാത്രവുമല്ല, ഒരു 2 വർഷത്തിന് തന്നെ സർവീസിൽ നിന്ന് VRS എടുത്ത് പോകാനും തൻ്റെ 90 വയസ്സായ പിതാവിനെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പരിചരിക്കാനുമൊക്കെ അദ്ദേഹം അതിയായി ആഗ്രഹിച്ചിരുന്നുവെന്നും അക്കാര്യം കൂട്ടുകാരോടൊക്കെ തന്നെ പറഞ്ഞിരുന്നു എന്നുമാണ് പറയപ്പെടുന്നത്. എന്നാൽ മോഹൻ രംഗനാഥൻ പറയുന്നതാകട്ടെ, വിമാനത്തിൻ്റെ 2 എഞ്ചിനുകൾ എങ്ങനെ ഒരുമിച്ച് ഓഫായി എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതിൻ്റെ സ്വിച്ചുകളൊക്കെ തന്നെ മാനുവലായി ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ കൈകൊണ്ട് അത് പ്രവർത്തിപ്പിച്ചാൽ മാത്രമേ അത് പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓഫായി പോയി എന്ന് താൻ ഒരിക്കലും വിശ്വസിക്കില്ല എന്നാണ് മോഹൻ രംഗനാഥൻ ഇപ്പോൾ വാദിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഈ പൈലറ്റുമാരിൽ ഒരാൾ ഉറപ്പായും ഇത് മനഃപൂർവ്വം ഓഫ് ചെയ്തു എന്നാണ് പറയുന്നത്. അതല്ലാതെ വിമാനത്തിൻ്റെ 2 എഞ്ചിനുകളിൽ 2-ന് 2 സ്വിച്ചാണുള്ളത്, എന്നിട്ടും ഇതെങ്ങനെയാണ് ഓഫായി പോയത് എന്ന കാര്യം അദ്ദേഹം ചോദിക്കുന്നു. ഒരു പക്ഷേ ഇന്ധന ടാങ്കിൽ നിന്ന് എഞ്ചിനിലേക്ക് ഇന്ധനം എത്തുന്നത് ആ ലിവർ ഓഫ് ചെയ്തിരിക്കാം എന്നൊക്കെയാണ് മോഹൻ രംഗനാഥൻ പറയുന്നത്. അതേസമയം വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളൊക്കെ ഇപ്പോൾ ആരോപിക്കുന്നത്, ഈ വിമാനാപകടത്തിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ പൈലറ്റുമാരുടെ തലയിൽ കെട്ടിവെച്ച് എയർ ഇന്ത്യ തല ഊരാൻ നോക്കുന്നു എന്നാണ്. ഇതിലേതാണ് ശരി എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു റിപ്പോർട്ടിൽ വിമാനം പറന്നു കയറുന്നതിന് ശേഷം ഒരു പൈലറ്റ് മറ്റു പൈലറ്റിനോട് നിങ്ങൾ എന്തിനാണ് എഞ്ചിൻ ഓഫ് ചെയ്തത് എന്ന് ചോദിക്കുകയും ഞാനല്ല ഓഫ് ചെയ്തത് എന്ന് മറ്റൊരു പൈലറ്റ് പറയുന്നതിൻ്റെയൊക്കെ തന്നെ ഓഡിയോ പുറത്തു വന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഇത് ആരാണ് സംസാരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഇനിയും ആധികാരികമായ ഒരു കാര്യങ്ങൾ ഇവർ പുറത്തു വിട്ടിട്ടില്ല. മാത്രമല്ല, ഈ 2 പൈലറ്റുമാരും ഇടവേളയിലുണ്ടാകുന്ന കൃത്യമായ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാകുന്നുണ്ടായിരുന്നു. അവരുടെ ശാരീരികവും മാനസികവുമായ മാറ്റങ്ങളൊക്കെ തന്നെ കൃത്യമായി നിരീക്ഷിക്കാനുള്ള സംവിധാനം എയർ ഇന്ത്യ ഏർപ്പെടുത്തിയിരുന്നു. ഈ ആരോഗ്യ പരീക്ഷണങ്ങളിലൊക്കെ തന്നെ ഇവർ പൂർണ്ണമായും വിജയിച്ചവരാണ് എന്നും ഇവർക്ക് ആർക്കും തന്നെ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കടുത്ത വിഷാദ രോഗമോ അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് അവരോടടുത്ത കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വാർത്ത ഇപ്പോൾ പ്രചരിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. കാരണം ഈ 2 പേരും വളരെ പ്രഗത്ഭരായിരുന്നു, മുതിർന്നവരായിരുന്നു. വിമാനം ആയിരക്കണക്കിന് മണിക്കൂറുകൾ പറത്തി പരിചയമുള്ളവരാണെന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്നൊരു അപകടാവസ്ഥ ഉണ്ടല്ലോ, അതിനെങ്ങനെ തരണം ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആളുകൾ തന്നെയായിരുന്നു ഇവർ. എന്നിട്ടും എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ ഈ ചോദ്യം ഉയരുന്നത്. ഏതായാലും ഈ മെഡിക്കൽ പരിശോധന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ഇത് വലിയൊരു വിവാദമായി മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നാണ് ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും ഇന്ത്യ എന്നല്ല ലോകത്ത് തന്നെ നടുക്കിയ ഈ ഒരു വലിയ വിമാന ദുരന്തത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ശരിക്കും ഇനിയും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതുവരെ ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ തന്നെ തുടരാനായിരിക്കും സാധ്യത. പാശ്ചാത്യ മാധ്യമങ്ങൾ എപ്പോഴും ഇന്ത്യ വിരുദ്ധ വാർത്തകൾ നൽകുന്നതിൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗം എന്നുള്ള നിലയിൽ അവർ ഇതൊക്കെ തന്നെ വലിയ കാര്യമായിട്ടാണ് ഇപ്പോൾ വാർത്തയിൽ നൽകുന്നത്. ഈ ക്യാപ്റ്റന്മാർക്ക് ആർക്കെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടായിരിക്കാമെന്നും അങ്ങനെ അവർ അത് വിമാനം ഓഫ് ചെയ്തതാണ് എന്നൊക്കെയാണ് പല പാശ്ചാത്യ മാധ്യമങ്ങളും ഇപ്പോഴും വാർത്ത കൊടുക്കുന്നത്. എന്നാൽ എയർ ഇന്ത്യ ആകട്ടെ ഇനിയും ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഒരു വിശദീകരണം നൽകിയിട്ടുമില്ല.